കോഴിക്കോട് പന്തീരങ്കാവ് മുതുവനത്തറയിൽ 3 പേരെ കടിച്ചത് പേപ്പട്ടി തന്നെയെന്ന് വ്യക്തമായി. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പട്ടിക്ക് പേയുണ്ടെന്ന് വ്യക്തമായത്. പട്ടിയുടെ ആക്രമണം നടന്ന ഉടനെ തന്നെ പരിശോധനയ്ക്കുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇന്ന് വൈകിട്ടാണ് പരിശോധനയുടെ ഫലം ലഭിച്ചത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ. ബുധനാഴ്ച വൈകിട്ട് പന്തീരങ്കാവ് മുതുവനത്തറ എന്ന പ്രദേശത്ത് 3 പേരെ ആക്രമിച്ചത് ഈ പേ പിടിച്ച തെരുവുനായ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ പട്ടിയുടെ ജഡത്തിൽ നടത്തിയ പരിശോധനയിലാണ് പേ ഉണ്ട് എന്ന് വ്യക്തമായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുകയും ഈ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ തെരുവുനായുടെ ആക്രമണം ഈ മേഖലയിൽ വളരെ രൂക്ഷമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ ഒരു ഗോഡൌണിന് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് നേരെ ഈ തെരുവുനായ പാഞ്ഞെടുക്കുകയും അദ്ദേഹം മരണഭയത്താൽ വളരെ വേഗത്തിൽ ഈ ഗോഡൌണിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അകത്തേക്ക് ഇയാൾ കടന്നത് കണ്ടിട്ടും പിറകെ ഓടി വന്ന ഈ തെരുവുനായ അതിനകത്തേക്ക് പ്രവേശിക്കുകയും അതിനകത്തുണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞാണ്, അതായത് ഈ ഗോഡൌണിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഈ തെരുവുനായ നേരെ ഈ വീടിന് പരിസരത്തേക്ക് പോവുകയും വീടിന്റെ പുറത്ത് നിൽക്കുകയായിരുന്ന 3 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർ വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് ഇവരെ ഓടിയെത്തി ആക്രമിച്ചത്. 3 പേർക്കും കൈകൾക്കും കാലിനും തലയ്ക്കുമായിരുന്നു പരിക്കേറ്റിരുന്നത്. നിലവിളി കേട്ട് ഓടിയെത്തിയ പരിസരവാസികളാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ചത്. ഇവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രവിധ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.